Assalamualaikum warahmatullahi wabarakatuh. Bismillahi walhamdulillah. Wassalatu wassalamu ala rasulillahi sallallahu alaihi wasallam wa ala alihi wa sahbihi ajma'in, amma ba'd. An Hudzaifah radhiyallahu anhu qala Rasulullahi sallallahu alaihi wasallam la takunu imma'atan taquluna in ahsana an-nas ahsanan fa in zalamu zalamna walakin wattinu anfusakum in ahsana an-nas an tuhsinu wa in asa'u fala tadlimu. റവാഹു തുർമദി. പ്രിയപ്പെട്ട റിയാദുസ് സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, സ്വന്തമായി നമുക്ക് ഒരു നിലപാട് വേണം. ഏത് വിഷയത്തിലും നോക്കിയാലും മറ്റുള്ളവരെ അനുകരിക്കരുത്. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തകൂനു, നിങ്ങൾ ആകരുത് കേട്ടോ, ഇമ്മഅത്തൻ, സ്വന്തമായി ഒരു നിലപാട് ഇല്ലാത്തവർ ആയിരിക്കരുത്. നിങ്ങളുടെ കാര്യത്തിനൊക്കെ സ്വന്തമായി നിങ്ങൾക്ക് ഒരു നിലപാട് നിങ്ങൾക്ക് വേണം. അത് മറ്റുള്ളവരെ നിങ്ങൾ അനുകരിച്ചുകൊണ്ടായിരിക്കരുത്. തഖൂലൂന, നിങ്ങൾ പറയും, ഇൻ അഹ്സനന്നാസു അഹ്സനൻ, ജനങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞങ്ങളും നന്മ ചെയ്യും. വഇൻ ലലമു ലലംന, അവര് അക്രമം ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും അക്രമം ചെയ്യും. നിങ്ങൾ ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. തെറ്റുകൊണ്ടല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്. മറ്റുള്ളവർ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ അങ്ങോട്ട് അക്രമം ചെയ്യുകയല്ല വേണ്ടത്. മറ്റുള്ളവർ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ അവർ ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്മ ചെയ്യുന്നു എന്ന് വിചാരിച്ചു കൊണ്ടല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം നിലപാടിൽ ആയിരിക്കണം. മറ്റുള്ളവർ നിങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ തിരിച്ച് ആക്രമിക്കാൻ നിങ്ങൾ നിൽക്കരുത്. അതിൽ നിന്ന് നിങ്ങൾ ഒഴിവായി നിങ്ങൾ സുൽഹാകാൻ വേണ്ടി നോക്കണം. എങ്കിലും വലാക്കിൻ വത്തിനു അംഫുസക്കും, നിങ്ങളുടെ നഫ്സിന്, സ്വന്തം ശരീരത്തിനൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ പാകപ്പെടുത്തണം. നിങ്ങളുടെ ശരീരത്തിന്റെ സ്വന്തം നിലപാട് നിങ്ങൾ എടുക്കണം. ജനങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നന്മ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുക. അവർ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഫലാ തള്ളിമു, നിങ്ങൾ അക്രമം ചെയ്യരുത്. അവരെ അക്രമം ചെയ്യുന്നവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയാതെ അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണേ, വിട്ടുവീഴ്ച കൊടുക്കണേ. അങ്ങനെയാണല്ലോ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. നമുക്ക് അവരെ ആക്രമിക്കാനും അവരെ ഏത് നിലക്കും, സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കും നമുക്ക് അവരെ ആക്രമിക്കുവാനുള്ള കഴിവ് ഉണ്ട്. എങ്കിലും നമ്മളെ ആക്രമിച്ച ആ മനുഷ്യർക്ക് നമ്മൾ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹദീസ് ക്ലാസ്സിൽ മുമ്പ് വന്നിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. കേൾക്കാത്തവർ അത് കേൾക്കണം. അതായത് അല്ലാഹു തആല നാളെ മഅ്ശറ വൻസഭയിൽ വരുന്ന അവസരത്തിൽ യുനാദി റഊസുൽ ഖലായിക്, ജനകോടികളുടെ മധ്യത്തിൽ നിന്ന് അവന്റെ പേരെടുത്ത് പ്രത്യേകം അല്ലാഹു വിളിക്കുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇവനെ ആക്രമിച്ചപ്പോൾ അവനെ തിരിച്ച് ആക്രമിക്കാൻ എല്ലാ കഴിവും ഉണ്ടായിട്ട് അവനിക്ക് മാപ്പ് കൊടുത്ത ആളെ അവനെ പ്രത്യേകം ജനമധ്യത്തിൽ നിന്ന് അല്ലാഹു വിളിച്ച് അവനിക്ക് സ്വീകരണം നൽകുമെന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ആര് ആക്രമിക്കുകയാണെങ്കിലും അവർക്ക് തിരിച്ച് ആക്രമിക്കാൻ നമ്മൾ പാടില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നീ ഇഷ്ടമുള്ളത് അവർക്ക് നൽകിക്കോ അല്ലാ, അവരുടെ സ്വഭാവം നന്നാക്കി കൊടുക്കുക അല്ലാ, നല്ല ബുദ്ധി നീ കൊടുക്കുക അല്ലാ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമ്മൾ അവരോട്
കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പ് കഴിഞ്ഞു പോയ ഹദീസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ശക്തിമാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞതില്ലേ? ദേഷ്യം വരുമ്പോൾ ഒതുക്കി വെക്കുന്നവനാണ് ഏറ്റവും നല്ല ശക്തിമാൻ, ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ കോപത്തെ നമ്മൾ അടക്കി വെക്കണം. ഏതൊരു വിഷയത്തിനും നമുക്ക് സ്വന്തമായി ഒരു നിലപാട് വേണം. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ അനുകരിക്കുക എന്നല്ല വേണ്ടത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മുത്തുനബിയുടെ ഓരോ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.